സോ ഈ ഒരു ഫോൺ ഇത്രയും വില കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാരൻസിനോ അല്ലെങ്കിൽ എൽഡേഴ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്നതാണ്. സോ ബോക്സിൽ നമുക്ക് ഔട്ട്സൈഡിൽ കുറച്ച് ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. നമുക്ക് അതൊക്കെ എന്താണെന്ന് നോക്കാം. ഇതിൽ വരുന്നത് 50 MB ഒരു AI ക്യാമറയാണ്, ഡുവൽ ക്യാമറയാണ് വരുന്നത്. പക്ഷേ ഇപ്പോഴുള്ള മാർക്കറ്റിലെ ഒരു ക്യാമറ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട ക്യാമറകൾ മറ്റ് ഫോണുകൾ മാർക്കറ്റിലുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ കേസ് പറയുകയാണെങ്കിൽ 6.74 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയാണ് വരുന്നത്. 720x1600 പിക്സൽ റെസൊല്യൂഷനാണ്. അതും നമുക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളോ ഒരു സിനിമ കാണാനൊക്കെ നല്ലതായിരിക്കും. വലിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെബ് പേജസ് സ്ക്രോൾ ചെയ്യാനും അതേപോലെ വീഡിയോസ് കാണാനും ഒക്കെ നല്ലതായിരിക്കും. മീഡിയടെക്കിൻ്റെ G85 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റ് ഫോണിൽ വേണ്ട പവറൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഒന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നമ്മൾ അമിതമായിട്ടൊന്നും ആഗ്രഹിക്കരുത് ഈ ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞു വലിയ ഡിസ്പ്ലേ വരുന്നതുകൊണ്ട് തന്നെ ബാറ്ററി ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഓൾറെഡി ഒരു 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അത്യാവശ്യം ചാർജ് നിൽക്കാൻ അത് മതിയായിരിക്കും. നമ്മൾ ഫുൾ ബ്രൈറ്റ്നെസ്സിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലാണ് ആ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് എഫക്റ്റ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കോർണേഡ് ഗോറില്ല ഗ്ലാസും പിന്നെ അതേപോലെ സ്പ്ലാഷ് പ്രൂഫും ഡസ്റ്റ് പ്രൂഫും ഒക്കെ വരുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നമ്മളത് റോബസ്റ്റായിട്ട്, അതായത് നല്ല റഫായിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഫോണിന്. ഇതിൻ്റെ സൈഡിലായിട്ട് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്താണ് ഫിംഗർ പ്രിൻറ്റ് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ റെസ്പോൺസുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൂടിയാണ് ഇതിലുള്ളത്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഫിനിഷിംഗ് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ 3.5 mm ജാക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മറ്റ് ക്യാമറ ആണെങ്കിൽ തന്നെ നല്ല രീതിക്കാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നമുക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ടച്ച് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല സ്മൂത്ത് ടച്ച് തന്നെയാണ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇതിൽ 18 watt ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആവും. അതുപോലെ തന്നെ USB Type-C കൂടിയാണ്. സോ ഈ ഒരു ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് 3.5 mm ജാക്ക്. ഇതൊരു ഗെയിമർ ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്കിത് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗെയിമർ ഫോൺ പൊതുവെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഇതും ആ ഒരു കാറ്റഗറി വരുന്നതാണ്. ഇതാണ് ഇതിൻ്റെ കേസ്. നമുക്കിതൊന്ന് ഇട്ട് നോക്കാം, എന്നിട്ട് ഇതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ ഒന്ന് ചെക്ക് ചെയ്യാം. കേസ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ ലുക്കിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. നമുക്ക് അതേ ലുക്കിൽ തന്നെ കിട്ടും. അതൊരു പ്ലസ് ആയിട്ട് നമുക്ക് കാണാം. കമ്പനി പറയുന്നത് 5000 mAh ബാറ്ററി ബാക്കപ്പ് തരുമെന്നാണ്. മറ്റൊരു പ്ലസ് എന്ന് പറയുന്നത് TUV റെയിൻലാൻഡിൻ്റെ നമ്മുടെ വിഷ്വൽ ഫാറ്റിക് ഐ പ്രൊട്ടക്ഷൻ സർട്ടിഫൈഡ് കൂടിയാണ് ഈ ഫോൺ. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിനധികം പ്രശ്നം വരാതെ നമുക്ക് ഒരുപാട് നേരം കുറച്ച് നേരം കൂടുതൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഫോൺ ഇതേ പ്രൈസ് റേഞ്ചിലുള്ള ബാക്കിയുള്ള ഫോണായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പോൾ പൊക്കോയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി നല്ല റാം കപ്പാസിറ്റി ഉണ്ട്. 8 GB റാം വരുന്നുണ്ട്. ഡിസ്പ്ലേ എല്ലാത്തിനും ഏകദേശം സെയിം ആണ്. നമ്മുടെ ബാറ്ററി, സ്റ്റോറേജ്, അതേപോലെ ക്യാമറ, ഇതെല്ലാം എല്ലാത്തിനും ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് അതൊക്കെ മാർക്കറ്റ് പ്രൈസിനനുസരിച്ചുള്ള വിലയായിട്ട് തന്നെ നമുക്ക് കൂട്ടിയാൽ മതി. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, എല്ലാത്തിലും ഗുഡാണ്, എവറേജ് ആണ്. കാരണം ഇത് ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ട് എല്ലാത്തിനും എവറേജ് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. ഇനി നെറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് വലിയ കുഴപ്പമില്ലാത്തതുണ്ട്. അതേപോലെ സ്പാഷ് പ്രൂഫ് അത് വരുന്നത് സിയോമി, റെഡ്മിക്കും അതേപോലെ തന്നെ റിയൽമിയുടെ C67 മാത്രമാണ്. ബാക്കി രണ്ട് ഫോണിന് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ക്യാമറയുടെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ ഫോൺ ഉപയോഗിച്ച് നോക്കിയാൽ അറിയത്തുള്ളൂ. ഡിസ്പ്ലേ എല്ലാം സെയിം ആണ്. വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിൽ സെയിം ആണ്. ഫ്രണ്ട് ക്യാമിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനും 8 MP ഫ്രണ്ട് ക്യാം തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് അതിലും വലിയ ചേഞ്ച് ഒന്നുമില്ല. ബാറ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും 5000 mAh ബാറ്ററി തന്നെയാണ് വരുന്നത്. അപ്പോൾ അതും നമുക്ക് വലിയ ചേഞ്ച് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. സെയിം ഡിസ്പ്ലേ, സെയിം കൈൻഡ് ഓഫ് പ്രൊസസ്സർ വരുന്നതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ എല്ലാത്തിലും സെയിം വർക്കിംഗ് ഒക്കെ തന്നെയായിരിക്കും.
സെൻസറും കാര്യങ്ങളൊക്കെ സെയിം ആണ്. പ്രൈസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ചെറിയൊരു ഡിഫറൻസ്. അതനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് ഏത് ഫോണാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്താൽ മതിയായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. വല്ല ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ ഇറ്റ്സ് ഫോർ ലെറ്റ് ലോജിക് ആൻഡ് ഐ ആം സൈനിങ് ഓഫ്.